ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എജു സ്റ്റുഡിയോ. എജു സ്റ്റുഡിയോയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യൂ. കേരള ഹയർ സെക്കൻഡറി അധ്യാപക യോഗ്യതാ പരീക്ഷയായ കേരള സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് ഫെബ്രുവരി 2018 നടന്ന GK ചോദ്യപേപ്പറിൻ്റെ അവസാന ഭാഗമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യ ഭാഗങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമാണ്. കൂടാതെ മറ്റൊരു കാര്യം കൂടി, ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം പേജ് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം. മത്സര പരീക്ഷകളുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. The first Indian who won the individual gold medal in Olympics. ഒളിമ്പിക്സിൽ വ്യക്തിഗത സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ ആരാണ്? ഓപ്ഷൻസ്: വിജേന്ദ്രകുമാർ, അഭിനവ് ബിന്ദ്ര, RS റാത്തോർ, മേരി കോം. എല്ലാവർക്കും ഉത്തരം കിട്ടിയെന്ന് കരുതുന്നു. 2008 ബീജിംഗ് ഒളിമ്പിക്സിൽ ഷൂട്ടിങ്ങിൽ അഭിനവ് ബിന്ദ്രയ്ക്കാണ് ആദ്യമായി ഗോൾഡ് മെഡൽ ലഭിച്ചിട്ടുള്ളത്. ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ടോക്കിയോ 2020 നമ്മൾ മറന്നുകൂടാ. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒളിമ്പിക്സാണ്. കോവിഡ് പ്രതിസന്ധി കാരണം 2020 നടക്കേണ്ടിയിരുന്ന ഒളിമ്പിക്സ് ഇപ്പോൾ നടക്കുന്നുണ്ട്. ജൂലൈ 23 മുതൽ ഓഗസ്റ്റ് 8 വരെയാണ്. മീരാബായ് ചാനുവിൻ്റെ വെള്ളിയൊക്കെ എല്ലാവരും പത്രത്താളുകളിലൂടെ വായിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. The length of the rectangle is thrice its breadth. If its length is decreased by 10 cm and the breadth is increased by 5 cm, the area of the rectangle is increased by 150 cm square. Then the length of the rectangle is 45 cm, 30 cm, 120 cm, 60 cm. ആൻസർ ഓപ്ഷൻ സി 120 cm. ഇതെങ്ങനെ വന്നു എന്ന് നോക്കാം. ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യം, ഒരു റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്ത് അതിൻ്റെ ബ്രെഡ്ത്തിൻ്റെ 3 മടങ്ങാണ്. 3b ആണ്. ബ്രെഡ്ത്ത് നമുക്ക് b ആയിട്ട് തന്നെ എടുക്കാം. ഏരിയ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ചെയ്താലാണ് ഏരിയ കിട്ടുക. നമുക്ക് ഇവിടുത്തെ ലെങ്ത്ത് എത്രയാണ്? 3b - 10, അതായത് 10 സെൻറ്റിമീറ്റർ കുറഞ്ഞിട്ടുണ്ട് പുതിയ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്ത്. അതുപോലെ ബ്രെഡ്ത്ത് b+5 5 സെൻറ്റിമീറ്റർ കൂടിയിട്ടുണ്ട്. ഈ ഒരു വിവരമാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതുകൂടാതെ ഇങ്ങനെ സംഭവിച്ചപ്പോൾ ഏരിയക്ക് ഉണ്ടായിട്ടുള്ള ചേഞ്ച് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏരിയ ഇതിലൂടെ കാണുകയാണെങ്കിൽ എങ്ങനെയാണ്? 3b - 10 ഇൻറ്റു b+5 അല്ലേ? അപ്പോൾ ഏരിയ, പുതിയ ഏരിയ എന്ന് പറയുന്നത് ഇത് രണ്ടും ഇൻറ്റു ചെയ്താലാണ്. അത് എന്തിന് ഈക്വലാണ്? 150 സെൻറ്റിമീറ്റർ ഇൻക്രീസ് ചെയ്തിട്ടുള്ള പഴയ ഏരിയക്ക് ഈക്വലാണ്. അപ്പോൾ നമുക്ക് A = A+150 എന്നും കൂടി പറയാം. ഇത് രണ്ടും കൂടി ഈക്വലൈസ് ചെയ്തിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താം. പിന്നെ പഴയ ഏരിയയെ നമുക്കിവിടെ 3b² എന്നെടുക്കാം. കാരണം എങ്ങനെയാണ്? ഇവിടെ ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്ത്ത് 3b ആണെന്ന് നമുക്കറിയാം. ആദ്യത്തേത് ബ്രെഡ്ത്ത് ബിയും. അപ്പോൾ 3b² + 150 ആണ് അവിടെ വരുന്നത്. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ 3b × b 3b², 3b × 5 15b -10 × b 10b -50 വരും. LHSൽ
3b² + 150 വരും. രണ്ട് ഭാഗത്തും 3b² ഉള്ളതുകൊണ്ട് അതിനെ നമുക്ക് കട്ട് ചെയ്യാം. പിന്നെ 15b - 10b 5b ആണ്. ഇനി ബാക്കി വരുന്നത് 150 ഉണ്ട്. ഇവിടെ ഒരു -50, അതിനെ നമ്മൾ LHSലേക്ക് എടുത്തു കഴിഞ്ഞാൽ +150 ആയി 200 ടോട്ടൽ. ബി അതിൽ നിന്ന് നമുക്ക് കിട്ടും 200/5 = 40. ഇനി ലെങ്ത്ത് 40 ആണെങ്കിൽ ബ്രെഡ്ത്ത് 40 ആണെങ്കിൽ ലെങ്ത്ത് 3 × ബ്രെഡ്ത്ത് ആണ്. 3 × 40 120 സെൻറ്റിമീറ്റർ ആണ്. ഇങ്ങനെയാണ് ആൻസർ കിട്ടുന്നത്. ക്വസ്റ്റ്യനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പീസ് ചെയ്തിട്ട് ലോജിക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഈ ഒരു ആൻസർ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ നെയിം ഓഫ് അല രഖ ഈസ് റിലേറ്റഡ് വിത്ത് ഷെഹ്നായ്, തബല, സിതാർ, സന്തൂർ. കറക്റ്റ് ആൻസർ തബല. നമ്മൾ ഫേമസ് മ്യൂസീഷ്യൻസും അവരുടെ ഇൻസ്ട്രുമെൻസും ഒക്കെ ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പെർക്യൂഷൻ ഇൻസ്ട്രുമെൻറ്റ്? സിംപൽ, മാൻഡോലിൻ, സന്തൂർ, അക്കോർഡിയോൺ. പെർക്യൂഷൻ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് താളവാദ്യത്തെയാണ്. ഉത്തരം സിംപൽ. ഹിറ്റിംഗ്, ഷേക്കിംഗ്, സ്ക്രാപ്പിംഗ് ഇതിലൂടെ ഏതിലൂടെയെങ്കിലും ശബ്ദമുണ്ടാക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് പെർക്യൂഷൻ ഇൻസ്ട്രുമെൻറ്റ്സ്. ഇതുകൂടാതെ സ്ട്രിങ് ഇൻസ്ട്രുമെൻറ്റ്, വുഡ് വിൻഡ് ഇൻസ്ട്രുമെൻറ്റ്, ബ്രാസ് ഇൻസ്ട്രുമെൻറ്റ് എന്നിങ്ങനെയും ഇൻസ്ട്രുമെൻറ്റ്സിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇൻസ്ട്രുമെൻറ്റ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും. അടുത്ത ചോദ്യം നോക്കാം. ദ ഓസ്കാർ അവാർഡ് ഫോർ ദ ബെസ്റ്റ് മൂവി ഇൻ 2017: La La Land, Moonlight, Lion, Manchester by the Sea. ഫെബ്രുവരി ക്വസ്റ്റ്യൻ പേപ്പർ ആയതുകൊണ്ടാണ് 17 ചോദ്യം വന്നിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ ബി, മൂൺലൈറ്റ്. നമുക്ക് 2021 ഓസ്കാർ അവാർഡ്സിനെ പറ്റി ഒന്ന് നോക്കാം. ബെസ്റ്റ് മൂവി നൊമാഡ്ലാൻഡ്, ബെസ്റ്റ് ആക്ടർ ആൻ്റണി ഹോപ്കിൻസ്, ദ ഫാദർ എന്ന ചിത്രത്തിലെ അഭിനയത്തിന്, ദ ബെസ്റ്റ് ആക്ട്രസ് ഫ്രാൻസിസ് മക്ഡൊമാഡ്, ബെസ്റ്റ് മൂവി ആയിട്ടുള്ള നൊമാഡ്ലാൻഡിൻ്റെ അഭിനയത്തിന് തന്നെയാണ് അവർക്ക് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. മാത്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ് അടുത്തത്. ഇൻസേർട്ട് ദ മിസ്സിംഗ് നമ്പർ. 10, 5, 13, 10, 16, 20, 19. വാട്ട് ഇസ് ദ നെക്സ്റ്റ് നമ്പർ എന്നതാണ് ക്വസ്റ്റ്യൻ. 22, 38, 23, 40. ആൻസർ ഓപ്ഷൻ ഡി, 40. ഇനി ഈ ഉത്തരം എങ്ങനെ വന്നു എന്ന് നോക്കാം. ഈ ഒരു പാറ്റേണിലെ നമ്പേഴ്സിനെ നമ്മൾ രണ്ടായിട്ട് തിരിക്കുകയാണ്. 10, 13, 16, 19 നമ്പറുകൾ. അതിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് +3 ആയി മാറുന്നുണ്ട് നെക്സ്റ്റ് നമ്പർ എന്നത്. ഇനി അടുത്ത നമ്മൾ മിസ് ചെയ്തിട്ടുള്ള നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ 5, 10, 20. 5 × 2 ആണ് 10, 10 × 2 20. സോ നെക്സ്റ്റ് നമ്പർ 20 × 2 40. ഇങ്ങനെയാണ് 40 എന്ന് ആൻസർ കിട്ടിയിട്ടുള്ളത്. അടുത്ത ചോദ്യം ഒരു പാരഗ്രാഫിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ പാരഗ്രാഫ് വായിച്ചെടുക്കുക, അതിൻ്റെ മീനിങ്സ് മനസ്സിലാക്കി വെക്കുക. ക്വസ്റ്റ്യൻ നോക്കാം. ദ ലിക്വിഡ് നൈട്രജൻ ഡസ് നോട്ട് എക്സിസ്റ്റ് അറ്റ് റൂം ടെമ്പറേച്ചർ ആസ് ദ ബോയിലിംഗ് പോയിൻ്റ് ഓഫ് നൈട്രജൻ ഈസ് ഗ്രേറ്റർ ദാൻ റൂം ടെമ്പറേച്ചർ, ബോയിലിംഗ് പോയിൻ്റ് ഈസ് ലെസ് ദാൻ റൂം ടെമ്പറേച്ചർ, freezing point of nitrogen is greater than room temperature, the boiling point of nitrogen is equal to room temperature. ശരിയായ ഉത്തരം the boiling point of nitrogen is less than room temperature. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പാരഗ്രാഫിലെ സെൻറ്റൻസ്: It disappears as soon as it touches the
Floor because it rapidly boils and change back into a gas at room temperature. ഫ്ലോറിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ ഗ്യാസ് ആയിട്ട് ഇത് ബോയിൽ ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, when liquid nitrogen comes in contact with the flour, it remains unchanged, it shatters first and then return to normal, it shattered rapidly, it expands first and then returns to normal. Correct answer option C, it shattered rapidly. ഇതുമായി ബന്ധപ്പെട്ട് പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത് നൈട്രജൻ വിൽ ഷാറ്റർ ബിക്കോസ് ഓൾ ഓഫ് ദ വാട്ടർ ഇൻ ദ ഫ്ലവർ ഫ്രീസസ് ഇൻസ്റ്റൻ്റ്ലി. ഇവിടെ ക്ലിയർ ആയിട്ട് പറയുന്നത് ഷാറ്റർ ചെയ്യുന്ന കാര്യം മാത്രമാണ്, നോർമൽ സ്റ്റേജിലേക്ക് മാറുന്ന കാര്യം പറയുന്നില്ല. അടുത്ത ചോദ്യം, fill in the blanks with correct preposition. My father will retire from service dash an year of, on, in, by. Correct answer option C, in. My father will retire from the service in an year. Next question, select the odd one. A radium, B radio, C granite, D dynamite. ഉത്തരം കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഓപ്ഷൻ ബി റേഡിയോ ആണ് കറക്റ്റ് ആൻസർ, ബിക്കോസ് ഇറ്റ്സ് ആൻ ഇൻസ്ട്രുമെൻറ്റ്. ബാക്കിയെല്ലാം കെമിക്കൽ എലമെൻറ്റ്സ് ആണ്. അടുത്ത ചോദ്യം നോക്കാം. ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് സെൻറ്റൻസ് ഗിവൺ. If you work hard, you will succeed. It's a negative sentence, compound sentence, simple sentence, or complex sentence. Correct answer option D, complex. ഇവിടെ നെഗറ്റീവും സിമ്പിളും അല്ല എന്നുള്ളത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകും. കോമ്പൗണ്ട് ആണോ കോംപ്ലക്സ് ആണോ എന്ന കാര്യത്തിൽ മാത്രമാണ് സംശയം. നമുക്ക് കോമ്പൗണ്ട് സെൻറ്റൻസ് എന്താണെന്നും കോംപ്ലക്സ് സെൻറ്റൻസ് എന്താണെന്നും ഒന്ന് നോക്കാം. ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസും ഡിപെൻഡൻറ്റ് ക്ലോസും കൂടി കമ്പൈൻ ചെയ്ത് വരുന്നതാണ് കോംപ്ലക്സ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഇവിടെ ബിക്കോസ്, സിൻസ്, അൺടിൽ, ഇഫ് അങ്ങനെയുള്ള കൺജങ്ഷൻസ് വെച്ചിട്ടാണ് സെൻറ്റൻസ് കണക്ട് ചെയ്യുന്നത്. ഇനി കോമ്പൗണ്ട് സെൻറ്റൻസ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ രണ്ട് ഇൻഡിപെൻഡൻറ്റ് ക്ലോസസ് കണക്ട് ചെയ്ത് വരുമ്പോഴാണ് അത് കോമ്പൗണ്ട് സെൻറ്റൻസ് ആയി മാറുന്നത്. എന്താണ് ഇൻഡിപെൻഡൻറ്റ് ക്ലോസ്, ഡിപെൻഡൻറ്റ് ക്ലോസ് എന്നറിയാത്തതാണ് പ്രശ്നമെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് ക്ലോസിൽ ആ ഒരു ക്ലോസ് ഇറ്റ്സെൽഫ് അതൊരു കംപ്ലീറ്റ് സെൻറ്റൻസ് ആയിരിക്കും. ഡിപെൻഡൻറ്റ് ക്ലോസിൽ അത് കംപ്ലീറ്റ് ആയിരിക്കില്ല എന്ന കാര്യം ഓർത്താൽ മതി. Question 1 or 2. Which of the following is not associated with Chipko movement? A. Chamoli district, B. Sundarlal Bahuguna, C. West Bengal, D. Hug the Tree movement. വളരെ എളുപ്പമുള്ള ഒരു ചോദ്യം തന്നെയാണ്. വെസ്റ്റ് ബംഗാളാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. മോലി ഡിസ്ട്രിക്റ്റ് സ്ഥിതി ചെയ്യുന്നത് വെസ്റ്റ് ബംഗാളിലല്ല ഉത്തരാഖണ്ഡിലാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അടുത്ത ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ബിലോങ് ടു ദ കാറ്റഗറി ഓഫ് അതേഴ്സ്? പെരിയാർ, ഭാരതപ്പുഴ, ഭവാനി, പമ്പ. ഉത്തരം ഭവാനി. മറ്റുള്ള റിവേഴ്സ് എല്ലാം ഈസ്റ്റ് ടു വെസ്റ്റ് ഒഴുകി അറബിക്കടലിലേക്ക് പതിക്കുമ്പോൾ കബനി, പമ്പാർ, ഭവാനി ഇത് മൂന്നും വെസ്റ്റ് ടു ഈസ്റ്റ് ആണ് ഒഴുകുന്നത്. Question 104. An international agreement linked to United Nations Framework Convention on Climate Change is International Environmental Law,
United National Environmental Program, Rio Declaration on Environment and Development, Kyoto Protocol. Correct answer option D, Kyoto Protocol. Next question. On a biased die, an even number appears 3 times as frequently as an odd number. If the die is drawn thrice, what is the probability that the sum is 9 or more? Correct answer option C, 23/72. അടുത്ത ചോദ്യം. Which of the following country is not a permanent member in UN Security Council? Correct answer option C, Germany. UN Security Councilലെ അംഗമായിട്ടുള്ള പെർമനൻറ്റ് മെമ്പേഴ്സ് ആയിട്ടുള്ള 5 കൺട്രീസാണുള്ളത്. ചൈന, ഫ്രാൻസ്, റഷ്യ, UK ആൻഡ് US. ഇത്രയും പേരാണ് പെർമനൻറ്റ് മെമ്പേഴ്സ്. Question 107. The high performing institution which comes under Section 3 of University Grants Commission Act 1956 has been declared by central government as option A, autonomous institution, B, deemed university, C, central university, D, state university. Correct answer option B, deemed university. Next question. Presenting and using another's published or unpublished work as one's own without appropriate referencing and without permission is plagiarism, falsification, copyright, fabrication. Correct answer option A, plagiarism. മറ്റൊരാളുടെ അനുവാദമില്ലാതെ അവരുടെ റെഫറൻസ് ഒന്നും കൊടുക്കാതെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നതിനെ കോപ്പിയടി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് പ്ലേജറിസം. ഫോൾസിഫിക്കേഷൻ കൃത്രിമത്വമാണ്. കോപ്പിറൈറ്റ് പകർപ്പവകാശമാണ്. ഫാബ്രിക്കേഷൻ ഓൾസോ കൃത്രിമ സൃഷ്ടിയാണ്. അടുത്ത ചോദ്യം. അവാർഡ്സ് അവൈലബിൾ ടു ഇന്ത്യൻ സ്റ്റുഡൻസ് for doctoral study at St. John's College under the University of Cambridge are known as Tata Scholarship, Dr. Manmohan Singh Scholarship, Oxford and Cambridge Society of Indian Scholarship, US IEF Fulbright Nehru Fellowships. Correct answer option B, Dr. Manmohan Singh Scholarship. നമ്മുടെ ഫോമർ പ്രൈം മിനിസ്റ്ററും എക്കണോമിസ്റ്റുമായിട്ടുള്ള മൻമോഹൻ സിംഗിൻ്റെ പേരിലാണ് സെൻറ്റ് ജോൺസ് കോളേജിൻ്റെ ഈ ഒരു സ്കോളർഷിപ്പ് കൊടുത്തു വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ഈസ് സെലിബ്രേറ്റഡ് ഓൺ December 10, January 26, April 22, November 26. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, നവംബർ 26. മറ്റു ദിവസങ്ങളുടെ പ്രത്യേകത നോക്കുകയാണെങ്കിൽ ഡിസംബർ 10 ഹ്യൂമൻ റൈറ്റ്സ് ഡേ, ലോക മനുഷ്യാവകാശ ദിനം. ജനുവരി 26 നമുക്കറിയാം റിപ്പബ്ലിക് ഡേ ആണ്. ഏപ്രിൽ 22 എർത്ത് ഡേയുമാണ്. അപ്പോൾ ദിവസങ്ങളും ഇതിൻ്റെ ഡേറ്റും പ്രധാനപ്പെട്ടതാണ്, അവ പഠിച്ചു വെക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൂ ക്യാപ്റ്റൻഡ് ഇന്ത്യൻ ഹോക്കി ടീം ഇൻ the Rio Olympics? Options: PR Srijesh, Ramandeep Singh, Bharat Chetri, Manpreet Singh.
കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ PR ശ്രീജേഷ്. ഒളിമ്പിക്സിൽ മെഡലുകൾ ലഭിച്ചിട്ടുള്ള ഐറ്റംസ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഓർത്തു വെക്കുന്നത് നല്ലതാണ്. ആ ഭാഗങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ടെന്ന് നമുക്ക് ഈ ഒരു ചോദ്യത്തിലൂടെയും മുൻപ് ചോദിച്ച ഒളിമ്പിക്സ് റിലേറ്റഡ് ചോദ്യത്തിലൂടെയും മനസ്സിലാക്കാം. അടുത്ത ചോദ്യം, The scheme which intend to prepare India for becoming a knowledge economy and for bringing good governance to citizens through synchronized and coordinated engagement of the entire government. Make in India, Digital India, Swachh Bharat, Startup India. Correct answer option B, Digital India. Next question. Out of a total of 120 members in a sports club, 5% can play all the three games: football, hockey and cricket. The number of members who can play any two and only two of the above games is 30. The number of members who can play football alone is 40. What is the total number of members who can play hockey alone or cricket alone? Options 45, 38, 44, 30. Correct answer option C, 44. ഈ ചോദ്യത്തിന് ഉത്തരം എങ്ങനെ വന്നു എന്ന് നോക്കാം. മാത്തമാറ്റിക്സിലെ സെറ്റിൻ്റെ രീതിയിലാണ് നമ്മളിവിടെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. അതായത് 3 സെറ്റായിട്ട് മാറ്റുകയാണ്. അതിൽ ഓരോന്നിനും ABCDEFG എന്ന് കൊടുക്കുന്നു. ആദ്യത്തെ സർക്കിൾ ഫുട്ബോളിന് വേണ്ടി, രണ്ടാമത്തേത് ഹോക്കി, താഴെ ക്രിക്കറ്റിന് വേണ്ടി. അപ്പോൾ ഇതിൽ നമുക്ക് തന്നിട്ടുള്ള കാര്യം A എന്ന് പറയുന്നത് 3 പേർക്കും കോമൺ ആയിട്ട് വരുന്നതാണ്. സോ 3 പേർക്കും കോമൺ ആയിട്ട് 5% എന്നാണ് പറഞ്ഞത്. ടോട്ടൽ 120ൻ്റെ 5% എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 6 എന്ന് കിട്ടും. പിന്നെ അത് കൂടാതെ എനി 2 രണ്ടെണ്ണം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർ എന്ന് പറയുന്നത് Bയും Cയും Dയുമാണ്. അത് ഒരുമിച്ച് 30 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ B+C+D = 30. ദെൻ ഫുട്ബോൾ അലോൺ കളിക്കുന്നവർ 40 ആണ്. ഇത്രയും ഡാറ്റാസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നമുക്ക് ഇത് ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ A to G ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 120 ആണ് എന്നുള്ളത് തുടക്കത്തിൽ പറയുന്നുണ്ട്. ടോട്ടൽ മെമ്പർ 120 ആണെന്നുള്ളത്. നമുക്കിനി എന്ത് ചെയ്യാം, ഈ നമ്പേഴ്സൊക്കെ ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. A 6, B+C+D 30, E 40 plus F+G = 120. F+G ആണ് നമുക്ക് കാണേണ്ടത്. ഹോക്കി ഓർ ക്രിക്കറ്റ് അലോൺ കളിക്കുന്നവരുടെ എണ്ണം. അപ്പോൾ ബാക്കിയെല്ലാം ടോട്ടൽ ചെയ്യുമ്പോൾ 76 കിട്ടും. പ്ലസ് F+G = 120. 120 മൈനസ് 76 ചെയ്ത് കഴിഞ്ഞാൽ ഹോക്കി ഓർ ക്രിക്കറ്റ് അലോൺ കളിക്കുന്നവരുടെ എണ്ണം കിട്ടും. ദാറ്റ് ഈസ് 44. Next question. The Chief Election Commissioner of India: Achal Kumar Jyoti, Om Prakash Rawat, Sunil Arora, Deepak Misra. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ അച്ചൽ കുമാർ ജ്യോതിയാണ്. പക്ഷേ ഇപ്പോഴത്തെ 24ാമത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എന്ന് പറയുന്നത് ശ്രീ സുശീൽ ചന്ദ്രയാണ്. അടുത്ത ചോദ്യം. The mean and standard deviation of a set values are 20 and 10 respectively. If a constant value 5 is added to each value, the coefficient of variations of the new set of value is 250%, 25%, 75% or 40%.
Correct answer option B, 25%. Next question. A blended learning platform developed by Google for schools that aim to simplify the activities of creating, distributing and grading assignments in a paperless way. Google Scholar, Wikipedia, Google Classroom, Google Earth. Correct answer option C, Google Classroom. Next question. Temple entry proclamation was made by Karthika Tirunal Ramavarma, Chitira Tirunal Balaramavarma, Shaktan Tamburan Keralavarma Payashiraja. Correct answer option B, Chitira Tirunal Balaramavarma. അടുത്ത ചോദ്യം. A writer gets a fixed amount for his book apart from the royalty that he gets per book sold. He gets 30,000 and 50,000 for 1,000 and 2,000 books. What is the income per book if 5,000 books are sold? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, 22. ഈ ഒരു ചോദ്യം എങ്ങനെ ചെയ്യുന്നു എന്ന് നോക്കാം. ഈ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത് 1000 പുസ്തകങ്ങൾ 30,000 രൂപയ്ക്കാണ് വിറ്റിട്ടുള്ളത്. അതുപോലെ 2000 പുസ്തകങ്ങൾ 50,000 രൂപയ്ക്കുമാണ് വിറ്റിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ 5000 പുസ്തകങ്ങളുടെ വിറ്റ് കഴിയുമ്പോൾ ഒരു പുസ്തകത്തിന് എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ ഇതിൽ പറയുന്നത് ഒരു ഫിക്സ്ഡ് എമൗണ്ടും ഉണ്ട്, അതുകൂടാതെ ഓരോ ബുക്കിനും റോയാലിറ്റി എമൗണ്ടും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ഫിക്സ്ഡ് എമൗണ്ട് പ്ലസ് റോയാലിറ്റി ഇൻറ്റു നമ്പർ ഓഫ് ബുക്സ് ഇസ് ഈക്വൽ ടു ടോട്ടൽ പ്രോഫിറ്റ്. അങ്ങനെയാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. ഇവിടെ ലെറ്റേഴ്സ് വെച്ച് സൂചിപ്പിച്ചു കഴിഞ്ഞാൽ ഫിക്സ്ഡ് എമൗണ്ട് എക്സ് എന്ന് കൊടുക്കുന്നുണ്ട്, റോയൽറ്റിയെ വൈ എന്ന് കൊടുക്കുന്നുണ്ട്. നമ്പർ ഓഫ് ബുക്സിനെ നമുക്ക് സ്മോൾ എന്നിൽ റെപ്രസെൻ്റ് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ ആദ്യത്തെ കേസിൽ പറഞ്ഞിട്ടുള്ളത് പ്രകാരം അവിടുത്തെ ഫിക്സ്ഡ് എമൗണ്ട് ആയിട്ട് എത്രയാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ എക്സ് പ്ലസ് നമ്പർ ഓഫ് ബുക്സ് 1000 ആണ് ഇൻറ്റു റോയൽറ്റി ഇസ് ഈക്വൽ ടു 30,000 എന്ന് കിട്ടി. ഇതിനെ നമുക്ക് ഇക്വേഷൻ 1 ആയിട്ട് എടുക്കാം. ഇനി നെക്സ്റ്റ് സിറ്റുവേഷനിൽ എക്സ് കണ്ടുപിടിക്കണം. എക്സ് പ്ലസ് റോയാലിറ്റി ഇൻറ്റു നമ്പർ ഓഫ് ബുക്സ് അവിടെ 2000 ആണ്. അപ്പോൾ 2000 is equal to 50,000 എന്നും കിട്ടി. ഈ ഒരു രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്യുന്നതിലൂടെ നമുക്ക് എക്സിനെയും വൈനെയും കണ്ടുപിടിക്കാം. ഇക്വേഷൻ 2 മൈനസ് ഇക്വേഷൻ 1 ചെയ്ത് കഴിഞ്ഞാൽ അവിടെ റോയൽറ്റി വൈ എത്രയാണെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. മൈനസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എക്സ് മൈനസ് എക്സ് 0 ആയി. 2000y minus 1000y is equal to 1000y is equal to 50,000 by 30,000 20,000 ആണ്. അപ്പോൾ അതിൽ നിന്ന് y കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ 20 എന്ന് കിട്ടും. റോയാലിറ്റി 20 ആണ്. അതുപോലെ ഇനി ഈ വൈൻ്റെ കാര്യം നമ്മൾ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എക്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ എക്സ് 10,000 ആണെന്ന് നമുക്ക് ഈ ഒരു ഇക്വേഷൻ നിന്ന് മനസ്സിലാകും. ഫോർ എക്സാമ്പിൾ ഇക്വേഷൻ 1 ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പുതിയ കണ്ടീഷനിൽ പറയുന്ന പ്രകാരം 5,000 ബുക്സ് ആണ് അവിടെ വിൽക്കേണ്ടത്. n ഈക്വൽ ടു 5,000 ആണ്. അപ്പോൾ ഇതിൽ എക്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു 10,000 പ്ലസ്
റോയാലിറ്റി 20 ഇൻറ്റു നമ്പർ ഓഫ് ബുക്സ് 5,000. അങ്ങനെ വരുമ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ 1,10,000 റുപ്പീസ് നമുക്ക് ഉത്തരമായിട്ട് കിട്ടും. ഇത് ടോട്ടൽ പ്രോഫിറ്റാണ്. ഇനി ഒരു ബുക്കിനുള്ള പ്രോഫിറ്റ് എത്രയാണെന്നാണ് കാണേണ്ടത്. പ്രൈസ് പെർ 1 ബുക്ക്. അതിനെന്ത് ചെയ്താൽ മതി? ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ബുക്സ്. 1,10,000 ഡിവൈഡഡ് ബൈ 5,000 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 22 എന്ന ആൻസർ കിട്ടും. 22 റുപ്പീസാണ് ഒരു ബുക്കിന് കിട്ടുന്നത്. എളുപ്പമുള്ളൊരു ചോദ്യമാണ് അടുത്തത്. ഹു എമംഗ് ദ ഫോളോയിങ് ഈസ് നോൺ ആസ് കേരള ഗാന്ധി? AK ഗോപാലൻ, C കേശവൻ, K കേളപ്പൻ, അയ്യങ്കാളി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ C K കേളപ്പൻ. അവസാനത്തെ ചോദ്യം. ബാക്ടീരിയൽ ഡീകമ്പോസിഷൻ ഓഫ് biological material under aerobic condition is fermentation, fertilization, contamination and composting. Correct answer option D composting. Aerobic conditionൽ ബാക്ടീരിയൽ ഡീകമ്പോസിഷന് കമ്പോസ്റ്റിംഗ് എന്നാണ് പറയുന്നത്. അനാറോബിക് കണ്ടീഷനിലാണെങ്കിൽ ഫെർമെൻറ്റേഷൻ എന്നുമാണ് പറയുന്നത്. ഇത്രയും ചോദ്യങ്ങളാണ് 2018 ഫെബ്രുവരി ചോദ്യപേപ്പറിൽ ബാക്കിയുണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സെറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്.